സ്നേഹത്തോട് നമസ്കാരം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് മാർച്ച് 7, 2026. നമുക്കൊന്നിച്ച് ദൈവസന്നിധാനത്തിൽ പ്രവേശിക്കാം. നിങ്ങൾക്കിന്ന് ഭയമുണ്ടോ? നിങ്ങളുടെ മനസ്സിൽ ആശങ്കയുണ്ടോ? ഭാവിയെക്കുറിച്ച് വിഷമമുണ്ടോ? നാളെ എന്തു സംഭവിക്കുമെന്ന് ചിന്തിച്ച് ഉറക്കം നഷ്ടപ്പെടുന്നുണ്ടോ? ജോലി നഷ്ടമോ, രോഗഭയമോ, സാമ്പത്തിക ഞെരുക്കമോ, ബന്ധ തകർച്ചയോ നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഇന്നത്തെ വചനത്തിൽ ദൈവം പറയുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, ഞാൻ നിന്നെ സഹായിക്കും. യെശയ്യാവ് 41:10 വായിക്കുമ്പോൾ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, 501, ഭ്രമിക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, നിനക്ക് സഹായം ചെയ്യും, എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് നിന്നെ കൈത്താങ്ങും. ഹൃദയം തുറന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഇന്ന് അങ്ങയുടെ സാന്നിധ്യത്തിലെത്തുന്നു. ഭയത്തോടെ, ആശങ്കയോടെ, ക്ഷീണിച്ച ഹൃദയങ്ങളോടെ. ഞങ്ങളുടെ മനസ്സിൽ പല ഭാരങ്ങളുമുണ്ട്. ജോലിയുടെ ഭാരം, കടക്കാരന്റെ ഭാരം, രോഗഭയത്തിന്റെ ഭാരം, ഭാവിയെക്കുറിച്ചുള്ള ഭാരം, ഒറ്റപ്പെടലിന്റെ ഭാരം. ഞങ്ങളിനി എങ്ങോട്ട് പോകുമെന്നറിയില്ല, ഞങ്ങളിനി എന്തു ചെയ്യുമെന്നറിയില്ല. എന്നാൽ ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങ് ഞങ്ങളോടുകൂടെയുള്ള ദൈവമാണ്. ഇന്ന് ഞങ്ങളുടെ ഭയം മാറ്റണമേ, ഞങ്ങളുടെ ആശങ്കകൾ ശമിപ്പിക്കണമേ, ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങയുടെ സമാധാനം നിറയ്ക്കണമേ. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും അങ്ങയുടെ ശക്തി ലഭിക്കട്ടെ. ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആമേൻ. ഭയം ദൈവം നീക്കുന്നു. പ്രിയപൂർവം പറയട്ടെ, ഭയം മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. ഭയം വിശ്വാസത്തെ നശിപ്പിക്കുന്നു. ഭയം ഭാവിയെ ഇരുണ്ടതാക്കുന്നു. ഭയം ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. എന്നാൽ ദൈവം ഭയത്തിന്റെ ദൈവമല്ല. 2 തിമോത്തിയോസ് 1:7. ദൈവം നമുക്ക് ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ തന്നിരിക്കുന്നത്. ഭയത്തിന്റെ വിവിധ രൂപങ്ങൾ. ഭാവി ഭയം, നാളെ എന്ത് സംഭവിക്കുമെന്ന ഭയം. ജോലി നഷ്ടമാകുമോ? കുടുംബം ഛിന്നഭിന്നമാകുമോ? ആരോഗ്യഭയം, രോഗം വരുമോ? ഡോക്ടർ പറഞ്ഞത് ശരിയാകുമോ? ജീവൻ അപകടത്തിലാകുമോ? സാമ്പത്തിക ഭയം, കടം വീടുമോ? ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുമോ? ദാരിദ്ര്യം വരുമോ? ഒറ്റപ്പെടൽ ഭയം, ആരുമില്ലാതാകുമോ? ഉപേക്ഷിക്കപ്പെടുമോ? ഒറ്റയ്ക്കാകുമോ? പരാജയഭയം, ഞാൻ പരാജയപ്പെടുമോ? ആളുകൾ എന്നെ കളിയാക്കുമോ? ഞാൻ തരം കുറഞ്ഞവനാണോ? ബൈബിളിൽ ഭയത്തെ ജയിച്ചവർ. അബ്രഹാം, ഭയത്തെ ജയിച്ച വിശ്വാസി. ദൈവമൊരജ്ഞാത ദേശത്തേക്ക് വിളിച്ചു. ഉലപത്തി 12:1. ഭാവി അറിയില്ല, എങ്കിലും അബ്രഹാം പോയി. ഭയം ജയിച്ചു, ദൈവം അനുഗ്രഹിച്ചു. മോശ, ഭയത്തെ ജയിച്ച നേതാവ്. ഞാൻ സംസാരിക്കാൻ കഴിവില്ലാത്തവൻ. പുറപ്പാട് 4:10. ഭയമുണ്ടായിരുന്നു, എന്നാൽ ദൈവം ശക്തി നൽകി ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് നയിച്ചു. ഗിദെയോൻ, ഭയത്തിൽ നിന്ന് ധൈര്യത്തിലേക്ക്. മദ്യാന്യരെ ഭയന്ന് മറഞ്ഞിരിക്കുകയായിരുന്നു. ന്യായാധിപന്മാർ 6:11-12. ദൈവം ശക്തനായ വീരൻ എന്ന് വിളിച്ചു. ഭയം ജയിച്ചു, ദേശം വിടുവിച്ചു. ദാനിയേൽ, ഭയത്തെ ജയിച്ച വിശ്വസ്തൻ. സിംഹഗുഹ ഭയമുണ്ടാക്കണം, എന്നാൽ ദാനിയേൽ ഭയന്നില്ല. ദൈവം സിംഹങ്ങളുടെ വായെ അടച്ചു. ദാനിയേൽ 6. ഭയത്തെ ജയിക്കാൻ ദൈവവചനം പ്രകടമാക്കുക. സങ്കീർത്തനം 27:1. യഹോവ എന്റെ പ്രകാശവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? ദൈവവചനം ഹൃദയത്തിൽ നിറയ്ക്കുക, ഭയം മാറും. ദൈവസാന്നിധ്യം അനുഭവിക്കുക. സങ്കീർത്തനം 23:4. മരണനിഴലിന്റെ താഴ്വരയിൽ കൂടി നടന്നാലും ദോഷം ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഉണ്ടല്ലോ. ദൈവസാന്നിധ്യം ഭയം നീക്കും. സ്തുതിക്കുക. ഭയം വരുമ്പോൾ പ്രശംസിക്കുക. 2 ദിനവൃത്താന്തം 20:21-22. യഹോശഫാത്ത്, ശത്രുക്കളെ ഭയന്നില്ല, സ്തുതിക്കാൻ ആൾക്കാരെ നിർത്തി. ദൈവം ശത്രുക്കളെ തോൽപ്പിച്ചു. വചനം പ്രഖ്യാപിക്കുക. ഫിലിപ്പിയർ 4:6-7. യാതൊന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങൾക്ക് വേണ്ടുന്നത് സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുവിൻ. സഭയിൽ ആശ്രയിക്കുക. സഹോദരങ്ങൾ ഒരുമിച്ചു നിൽക്കുക. ഒരുവൻ ഒരുവനെ ശക്തിപ്പെടുത്തുക. ഗലാത്യർ 6:2. ഇന്നത്തെ പ്രവചനവചനം. സ്നേഹപൂർവം ദൈവം പറയുന്നു, എന്റെ പ്രിയ മകനെ, മകളെ, നിന്റെ ഹൃദയത്തിലെ ഭയം ഞാൻ കാണുന്നു. നിന്നെ ഞെക്കുന്ന ആശങ്കകൾ ഞാൻ അറിയുന്നു. നിന്റെ ഉറക്കമില്ലാത്ത രാത്രികൾ ഞാൻ കാണുന്നു. നീ വിചാരിക്കുന്നു, ഇനി പ്രതീക്ഷയില്ല, ഇനി വഴിയില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, ദൈവം എവിടെ? എന്നാൽ ഇന്ന് ഞാൻ പറയുന്നു,
ഞാൻ നിന്നോടൊപ്പമുണ്ട്. ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കില്ല, ഒരിക്കലും നിന്നെ കൈവിടില്ല. എബ്രായർ 13:5. മാർച്ച് മാസം നിന്റെ ഭയം അവസാനിക്കുന്ന മാസമാണ്. ഇന്നു മുതൽ നിന്റെ ഹൃദയത്തിൽ ഭയമുണ്ടാകില്ല, സമാധാനമുണ്ടാകും. നിന്റെ ആശങ്കകൾ ഇനി ഇല്ലാതാകും, ആശ്വാസമുണ്ടാകും. നിന്റെ ഭാവി ഇരുട്ടല്ല, പ്രകാശമാണ്. തിമോത്തിയോസ് 1:7. ദൈവം നമുക്ക് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ തന്നിരിക്കുന്നത്. നിന്റെ ജോലി ഞാൻ കാക്കും, നിന്റെ കുടുംബം ഞാൻ സംരക്ഷിക്കും, നിന്റെ ആരോഗ്യം ഞാൻ പുനഃസ്ഥാപിക്കും, നിന്റെ കടം ഞാൻ തീർക്കും, നിന്റെ ഒറ്റപ്പെടൽ ഞാൻ മാറ്റും. നീ ചെയ്യേണ്ടത് ഭയം ദൈവത്തിൽ അർപ്പിക്കുക. 1 പത്രോസ് 5:7. നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ, അവൻ നിങ്ങളെ കരുതുന്നു. വചനം ധ്യാനിക്കുക, ദൈവവാഗ്ദാനങ്ങൾ ഓർക്കുക, സ്തുതിക്കുക. ഭയം വരുമ്പോൾ ദൈവത്തെ പ്രശംസിക്കുക, പ്രാർത്ഥിക്കുക. ഒരുമിച്ച് ദിവസേന ബൈബിൾ വായിക്കുക, ദൈവവചനം ഹൃദയത്തിൽ നിറയ്ക്കുക, വിശ്വസിക്കുക. ദൈവം ഒരുമിച്ചുണ്ടെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുക. ഇതെന്റെ വചനമാണ്, എൻ്റെ വാഗ്ദാനമാണ്. നിന്റെ ഭയം മാറ്റപ്പെടും, നിന്റെ ഹൃദയം ശക്തിപ്പെടും. ഭയത്തെ ജയിക്കുന്നവന്റെ ദൈവം നിന്റെ ദൈവം. യെശയ്യാവ് 41:10. ഇന്ന് സ്വീകരിക്കേണ്ട നടപടികൾ: രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയപ്പെടേണ്ട, ദൈവം എന്നോടൊപ്പമുണ്ട് എന്ന് പ്രഖ്യാപിക്കുക. ദൈവവചനം ഒരു വാക്യമെങ്കിലും വായിക്കുക. ഭയം വരുമ്പോൾ ഉടൻ ഒരു ദൈവവാഗ്ദാനം ഓർക്കുക. ഭൂതകാലം ഓർക്കുക, ദൈവം എങ്ങനെ കഴിഞ്ഞ കാലത്ത് സഹായിച്ചു. ഒരു സഹോദരനോട് നിന്റെ ഭയം പങ്കുവെക്കുക. ഒറ്റയ്ക്ക് വഹിക്കേണ്ടതില്ല. ഇന്ന് രാത്രി ഉറങ്ങുന്നതിനു മുൻപ്, ദൈവമേ, ഈ ഭയം അങ്ങേക്ക് ഏൽപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുക. ഭയം ജയിക്കുന്ന പ്രഖ്യാപന പ്രാർത്ഥന. വിശ്വാസത്തോടെ ഒരുമിച്ച് പ്രഖ്യാപിക്കുക. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, ദൈവം എന്നോടൊപ്പമുണ്ട്. ഞാൻ ഭയപ്പെടുകയില്ല. ഇന്നു മുതൽ എൻ്റെ ഹൃദയത്തിൽ ഭയമില്ല, സമാധാനമുണ്ട്. എൻ്റെ ഭാവി ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. എൻ്റെ ആവശ്യങ്ങൾ ദൈവം നിറവേറ്റും. എൻ്റെ ഒറ്റപ്പെടൽ ദൈവം മാറ്റും. എൻ്റെ ആരോഗ്യം ദൈവം കാക്കും. എൻ്റെ കുടുംബം ദൈവം സംരക്ഷിക്കും. ഞാൻ ശക്തനാണ്. ദൈവം എനിക്ക് ശക്തി നൽകുന്നു. ഞാൻ ഒറ്റയ്ക്കല്ല, ദൈവം എന്നോടൊപ്പമുണ്ട്. മാർച്ച് എൻ്റെ ഭയം അവസാനിക്കുന്ന മാസമാണ്. എൻ്റെ ജീവിതത്തിൽ ദൈവസമാധാനം വാഴുന്നു. ക്രിസ്തുവിൻ്റെ ഭയത്തെ ജയിക്കുന്ന നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നമുക്ക് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ തന്നിരിക്കുന്നത്.